ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്തിനാണോ സാധാരണ ഈ പോത്തുംകുട്ടനെ കച്ചവടം ചെയ്യാമല്ല കേട്ടോ. അപ്പോൾ പോത്ത് കച്ചവടത്തിന് നടക്കുമ്പോൾ ഒരു തലീക്കെട്ടൊക്കെ ആണല്ലോ. അപ്പോൾ ഈ പോത്തിനെ കൊടുക്കാനാണ്. ഇത് നമ്മളെ അയൽവക്കക്കാരൻ്റെ പോത്താണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം വളർത്തി ഇതിങ്ങനെ മണ്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂപ്പരെ കൊണ്ട് ആക്കി വെച്ചാൽ കാച്ചൂല. എന്താ വെച്ചാൽ ശരിക്ക് വലിച്ച് ഒരു മനുഷ്യനെ തന്നെ എടുത്ത് വലിച്ച് മണ്ടുന്ന രീതിയിലുള്ള ശക്തി പ്രവർത്തിച്ച് നമ്മളെ ഈ പോത്തുംകുട്ടനൊക്കെ. അപ്പോൾ ഇതിന് ബുക്കല്ലാണ്. അപ്പോൾ ഇതിന് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആളുമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇതായിട്ട് നമ്മളെ പോത്ത്, കച്ചവടത്തിൻ്റെ പോത്ത് ഇതാണ്. ഇപ്പം നമ്മളെ സുഹൃത്ത് ഫസിലിൻ്റെ വാപ്പാൻ്റെ അടുത്തുള്ള പോത്താണിത്. അപ്പോൾ ഇത് ഇങ്ങനെ കുറുമ്പാട്ടാൻ തുടങ്ങിയിരിക്കണം. ആദ്യമൊക്കെ നല്ല ഉഷാറായിരുന്നു. ഇപ്പം എന്ത് ചെയ്യും, മൂപ്പർക്ക് പിടിച്ചിട്ട് കിട്ടാതേക്കണം. മൂപ്പരെ എടുത്ത് മണ്ടാൻ തുടങ്ങിയിരിക്കണം വലിച്ചുകൊണ്ട്. അപ്പോൾ അത് കൊടുക്കാന്നുള്ള രീതിക്ക്. അപ്പം ഇനി ചെറിയ കുട്ടികളെ വളർത്തി ഏകദേശം പോത്താളൊക്കെ ഈ പ്രായമാകുമ്പോൾ കൊടുക്കലാണ്. കാരണം വെച്ചാൽ മൂപ്പർക്ക് ഒരു ടൈം കഴിഞ്ഞാൽ മൂപ്പരെ കൊണ്ട് പോത്താളെ വലിച്ച് കൊണ്ടിടക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കച്ചവടം ചെയ്യുന്നത്. പിന്നെ ഇതിന് എത്ര രൂപ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇതിന് കൊടുക്കണ വില ഇതിന് 47 ഉറുപ്പ്യ കേട്ടോ. മൂപ്പര് പറയണ 1.25 കിൻഡിൽ ഉണ്ടാവുന്നില്ലേ കാഴ്ചപ്പാടാണ് മൂപ്പരെ കാഴ്ചപ്പാട്. അപ്പോൾ ഇത് കൊടുക്കാതെ പോത്താണ്. കച്ചവടക്കാർ അക്കീകത്ത് എന്നുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അതിൽ അക്കീകത്തിന് ആർക്കാൻ അയക്കണോ? അതിനൊക്കെ അയക്കണമെന്നാണ് പറയണത്. ഇതാട്ടോ നമ്മളെ കച്ചവടത്തിനുള്ള പോത്തുംകുട്ടിയാണ്. അപ്പോൾ മൂപ്പരൊരു 47 ഉറുപ്പ്യ കിട്ടിയാൽ കൊടുക്കുന്നുള്ള രീതിയാണ്. അപ്പോൾ മൂപ്പര നമ്പർ അതിൽ കൊടുക്കാം. പിന്നെ കച്ചവടമാണ്. കച്ചവടത്തിന് നിങ്ങൾക്ക് അറിയാലോ, ഒരാളെ മുതലിനെ ഒരു വളർത്തിണ്ടാക്കിയ ഒരു നായ്പ്പൊക്കെ അറിയാം നിങ്ങൾക്ക്. പോത്തുംകുട്ടികളെ മേടിച്ച് വളർത്തിണ്ടാക്കുന്ന നായ്പ്പ് അറിയാം. പക്ഷെ അതൊരു സമയമായി കഴിഞ്ഞാൽ കച്ചവടം ചെയ്യുമ്പോൾ അതിനൊരു വില അതിൻ്റെ ഉടമസ്ഥൻ പറയും. അപ്പോൾ മൂപ്പര വില പറഞ്ഞത് ഇത് കച്ചവടക്കാരെങ്കിലുമൊക്കെ വന്ന് ഓൽക്ക് അനുയോജ്യമായൊരു വില ഓല് സംസാരിക്കുക, എന്നിട്ട് കച്ചവടമാക്കുക. കണ്ടോ, എൻ്റെ അടുത്തൊക്കെ നിങ്ങൾ സാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല ആൾക്ക്. ഇത് കച്ചവടത്തിനില്ലാണ്. അപ്പോൾ നമ്പർ ഞാൻ എന്ത് ചെയ്യണ്ടേ ഇതിൻ്റെ അടിയിൽ കൊടുക്കണ്ട്. അപ്പോൾ താല്പര്യക്കാരെന്ത് ചെയ്യുക, വിളിച്ചും കണ്ട നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ.